ഹായ്, എല്ലാവർക്കും നമസ്കാരം. മാർക്കോ പോലെയുള്ള സിനിമകൾ നമ്മളുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന കുറ്റകൃത്യങ്ങളെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഫെഫ്ക ഫിലിം ഫെഡറേഷൻ ഈ ഒരു ആരോപണത്തിന് എതിരാണ്. അതുപോലെ തന്നെ മാർക്കോയിൽ പ്രധാന ഒരു ഗുണ്ടാവേഷം അഭിനയിച്ച ജഗദീഷ് പറയുന്നത് ഇങ്ങനെ: സിനിമ സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്നു, പക്ഷേ കുറ്റകൃത്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ല. സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്നതോടൊപ്പം കുറ്റകൃത്യങ്ങളും അതിൻ്റെ ഒപ്പം കാണിക്കേണ്ടി വരുന്നു. എന്നാൽ സമൂഹത്തിൽ നല്ല പ്രവർത്തികൾ പ്രതിഫലിപ്പിക്കുമ്പോൾ അത് ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മോശമായ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് മാത്രം എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ജഗദീഷ് ഉന്നയിച്ച ഒരു പ്രധാന ചോദ്യമാണ്. അതുപോലെ തന്നെ 2020 കാലങ്ങൾ മുതൽ 2025 കാലഘട്ടങ്ങൾ വരെ എടുക്കുകയാണെങ്കിൽ ക്രൈം റേറ്റ് കേരളത്തിൽ വളരെയധികം കൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ നിയമ നടപടികൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നതുമായിട്ടും കാണാം. അതിൻ്റെ വ്യക്തമായ കണക്കുകൾ പല നാഷണൽ മീഡിയകളും പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു സർവേ പ്രകാരം കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നതിന് സിനിമ മാത്രമല്ല കാരണം. സിനിമ ഒരു കാരണമേ അല്ല എന്നാണ് അവർ പറയുന്നത്. കുടുംബബന്ധങ്ങൾ തകരാറിലാകുന്നത്, നടപടിക്രമങ്ങളുടെ അപാകത, മയക്കുമരുന്നുകളുടെ ലഭ്യത, ഇവയൊക്കെയാണ് കേരള സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടാനുള്ള കാരണങ്ങൾ എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ ഈ കാരണങ്ങളോട് യോജിക്കുന്നുണ്ടോ? നമ്മൾ മാർക്കോ എന്നുള്ള സിനിമ കണ്ടു. ഞാനും വളരെയധികം എൻജോയ് ചെയ്ത് ആകാംക്ഷാകുലനായിട്ടാണ് സിനിമ കണ്ടത്. സിനിമ കണ്ടിറങ്ങിയപ്പോൾ ചെറിയ പരിഭ്രാന്തിയൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് എനിക്കുണ്ടായത്. ചില സന്ദർഭങ്ങളിൽ അതിൻ്റെ ഇൻസ്പിറേഷൻസ് പലർക്കും ഉണ്ടാകാം. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇതുപോലെ മാനസിക സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടോ അല്ലയോ എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് ഇത്രയും അധികം കൊലപാതകങ്ങളും അക്രമങ്ങളും നാട്ടിൽ നടക്കുമ്പോൾ അതിൽ കുടുംബാംഗങ്ങൾ തന്നെയാണ് പ്രതികളായിട്ട് വരുന്നത്. അച്ഛൻ മകനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, മകൻ മറ്റുള്ള കുടുംബാംഗങ്ങളെ കൊല്ലുന്നു. അങ്ങനെ നിരവധി കേസുകളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്നത്. ഇതിനെല്ലാം കാരണം ഇന്നത്തെ സിനിമകളാണോ? ഞാൻ പറയും ഒരിക്കലുമല്ല. സിനിമകൾ മാത്രമാണ്. ഇന്ന് നമുക്ക് ലോക്കൽ സിനിമകളിലേക്ക് മാത്രമല്ല, ഇൻ്റർനാഷണൽ സിനിമകളിലേക്കും നമുക്ക് വളരെയധികം റീച്ച് ഇൻ ദ സെൻസ് നമുക്കത് കാണാനുള്ള അവസരങ്ങളുണ്ട്, നമ്മൾ കാണുന്നു. മലയാളത്തിൽ എന്ന് മാത്രമല്ല, ഇൻ്റർനാഷണൽ സിനിമകളിലും ക്രൂരതകൾ വളരെയധികം കാണിക്കുന്നുണ്ട്. വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു നാടിനെയും അവിടുത്തെ നിയമസംഹിതയെയും അല്ലെങ്കിൽ അവിടുത്തെ ക്രൈം റേറ്റിനെയും ബാധിച്ചതായി തോന്നുന്നില്ല. ഇപ്പോൾ പല കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ പല സൂപ്പർ സ്റ്റാർസിനെയും പല വ്യക്തികളെയും ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന പോലെയും നമുക്ക് തോന്നുന്നുണ്ട്. അതിന് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യത്തിനെ എടുക്കണം. ഇതുപോലത്തെ സിനിമകൾ ഹിറ്റാകുന്നു. അത് ഹിറ്റാകുന്നത് അത് ഇതുവരെ അങ്ങനെ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. കാണാത്ത ഒരു കാര്യം കാണുമ്പോൾ അതിൻ്റെ ഒരു ആങ്സൈറ്റിയിലും അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് ലെവൽസും വേറെ രീതിയിൽ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ആ സിനിമകളെ പ്രേക്ഷകർ അംഗീകരിക്കുന്നത്. ഇനി ചിലപ്പോൾ മാർക്കോ ലൈനിൽ ഒരു സിനിമ കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹിറ്റാവുമായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ റിപ്പീറ്റേഷൻസ് 2-3 തവണ വന്നു കഴിഞ്ഞാൽ ആ സിനിമകൾക്കുള്ള പ്രാധാന്യം കുറഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ മാർക്കോ സിനിമ കഴിഞ്ഞതിന് ശേഷം ബേബി എന്ന് പറയുന്ന സെറ്റ് ബേബി എന്ന് പറയുന്ന ഒരു ഉണ്ണിമുകുന്ദൻ്റെ സിനിമ ഇറങ്ങി, ഞാൻ കാണുകയുണ്ടായി. അത് അത്ര വലിയ നല്ല സിനിമയൊന്നുമല്ല, എന്നാലും അതിന് ഉൾക്കൊള്ളുന്ന സന്ദേശം വളരെ നല്ലതാണ്. അതിൻ്റെ പോസിറ്റിവിറ്റി എത്ര പേര് ഉൾക്കൊണ്ടു എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ വളരെയധികം സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അന്തിച്ചർച്ചകൾ ചാനലുകളിൽ പൊടിപൊടിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ടോ, മുഖവിലക്കെടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പറയേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാത്തിരിക്കുന്നു. ബൈ.